സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന റിപ്പോർട്ടുകളാണ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അലേർട്ടുകൾ എന്തൊക്കെയാണ്? സ്വപ്ന, ഇന്നു മുതൽ മഴ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം മണിക്കൂറിൽ 40 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഇടിമിന്നൽ ഇന്നലെ തന്നെ 2 മരണങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം എന്നുള്ളതാണ്. തുറസായ സ്ഥലങ്ങളിൽ ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ മരച്ചുവട്ടിലോ മറ്റും മഴ കൊള്ളാതിരിക്കാനായി വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിൽക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പാലിക്കുക എന്ന തരത്തിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും 18-ാം തീയതി വരെ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും 18-ാം തീയതി വരെ ശക്തമായ ഒരു ഇടവിട്ട തരത്തിലുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും ഒക്കെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു 5 ദിവസത്തേക്ക് മഴ ഏതായാലും ശക്തമായി തുടരുമെന്ന് തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്.